പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവുന്നതിന്, അതായത് നമ്മുടെ കവിളുകളൊക്കെ തൂങ്ങിയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് തൂങ്ങിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറുന്നതിന്, സ്കിന്നൊന്ന് ടൈറ്റ് ആവുന്നതിന് സഹായിക്കുന്ന നല്ലൊരു മാജിക്കൽ സ്റ്റോണുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതായത് പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു സ്റ്റോണാണ് ഇത്. ഇപ്പോൾ പണ്ടൊക്കെ സ്ഥിരമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ്, ഇപ്പോൾ നമ്മൾ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ആയുർവേദ കടകളിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു മാജിക്കൽ സ്റ്റോണാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമായിട്ടുള്ള ഈ സ്റ്റോണ് അത് എങ്ങനെയാണ് നമുക്ക് സ്കിൻ ടൈറ്റ് ആവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് ആലം എന്നാണ്, ആലം സ്റ്റോൺ ആണ്. ഇത് നമ്മൾ പണ്ട് ബാർബർ ഷോപ്പുകളിലൊക്കെ ഈ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. അതായത് ആണുങ്ങളൊക്കെ പോയി ഷേവ് ചെയ്ത് താടിയും മീശയൊക്കെ വടിച്ച് കളഞ്ഞു കഴിയുമ്പോഴേക്കും ഈ സ്റ്റോണിന് ഇങ്ങനെ വെച്ച് എന്താ പറയുക, സ്ക്രബ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഈ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളൊക്കെ മാറുന്നതിന് വളരെ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ കിണറുകളിലെ വെള്ളം ശുചീകരിക്കുന്നതിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ബ്യൂട്ടി പാക്കുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രകൃതിദത്തമായ ഒരു സ്റ്റോണാണിത്. ഇത് നമുക്ക് ഇതുപോലെ കല്ലായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പൊടിയായിട്ടും മേടിക്കാനായിട്ട് കിട്ടും. നമുക്ക് ഇപ്പോഴത്തെ പാക്കിന് ഇതിൻ്റെ പൊടിയാണ് വേണ്ടുന്നത്. ഞാനിതിൻ്റെ പൊടിയായിട്ട് വാങ്ങിക്കാറില്ല, കാരണം കല്ല് മാത്രമേ വാങ്ങിക്കൂ. കല്ല് വാങ്ങിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും. ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇല്ലാതെ നമുക്ക് എന്താ പറയുക, ഈ പൊടി മേടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി ഇതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും മായമൊക്കെ ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും. അതുകൊണ്ട് ഞാൻ പൊടി വാങ്ങിക്കാറേ ഇല്ല, സ്റ്റോണാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോണ് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ധാരാളം, ഇതിൻ്റെ പൊടി നമുക്ക് ധാരാളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ഏത് പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടിക്കും വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള സംഭവങ്ങൾ എടുക്കണം. മറ്റെന്താണോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിൻ്റെ ഇരട്ടിക്കും വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ പാക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമുക്ക് മോക്കുരു മാറുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അണ്ടർആംസിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് കളറൊക്കെ മാറുന്നതിന്, നമ്മുടെ കഷത്തിലൊക്കെ കണ്ടിട്ടില്ലേ നല്ല കറുത്ത കളറൊക്കെ ഉണ്ടാവുന്നതിന്, അതൊക്കെ മാറുന്നതിന് ഈ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം അണ്ടർആംസിലൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വിയർപ്പ് നാറ്റം മാറ്റുന്നതിന് വളരെ ഗുണമുള്ളതാണിത്. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൗഡർ ആണെങ്കിൽ പൗഡർ കുറച്ച് നമുക്ക് ഇച്ചിരി വെള്ളത്തിലൊന്ന് ചാലിച്ചതിന് ശേഷം നമ്മുടെ കഴുത്തിലും കഷത്തിലും ഒക്കെ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് ഈ സ്റ്റോൺ എടുത്തതിന് ശേഷം, കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റോൺ എടുത്ത് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നമ്മുടെ കഷത്തെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്തിലെല്ലാം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കാരണവശാലും നമുക്ക് വിയർപ്പിൻ്റെ സ്മെല്ലുണ്ടാവുകയില്ല. കാരണം അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത്. അത്ര മാജിക്കൽ തന്നെയാണ്, മാജിക് എഫക്റ്റ് നമുക്ക് തരാൻ കഴിയുന്ന നല്ലൊരു സ്റ്റോണാണിത്. അപ്പോൾ ഇതിൻ്റെ പാക്ക് എങ്ങനെയാണ്, നമുക്ക് സ്കിൻ ടൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പാക്ക് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ആലം സ്റ്റോണ് പൊടിച്ച് അരിച്ചെടുത്തതാണ്. കാരണം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരിച്ചെടുത്തു കൊണ്ടുവന്നതാണ് ഇത്. ഞാൻ ആദ്യം തന്നെ ഇത് ഇടികല്ലിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തു, കുറച്ചെടുത്ത്. അതിനുശേഷം ഈ പൊടിച്ചെടുത്തതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. കാരണം ഇത് അരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ ആ തരിതരിപ്പ് നമ്മുടെ ഫേസിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഈ സ്പൂണിന് ഒരു 1/4 സ്പൂണിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ 1/4 സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു.
അടുത്തതായിട്ട് ഞാനിപ്പോൾ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് 40 വയസ്സൊക്കെ കഴിഞ്ഞവർ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല. 40 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ എഗ് വൈറ്റും കൂടി ഉപയോഗിക്കുക. ഈ എഗ് വൈറ്റ് 1 സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ആലം പൗഡർ മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുത്താൽ മതി. അതും കൂടി എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. കവിളുകളിൽ നമ്മൾ തേക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് തന്നെ തേക്കാനായിട്ട് ശ്രമിക്കുക. കണ്ണിന്റെ സൈഡിൽ നമുക്ക് തേച്ച് കൊടുക്കണ്ട, നെറ്റിയിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ചുളിവുകളൊക്കെ വളരെ പെട്ടെന്ന് മാറും. ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും. ഇപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ്. വളരെയധികം നല്ലതാണ്. ഇത് നമുക്ക് ആഴ്ചയിലൊരു 2-3 പ്രാവശ്യം വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ട, കാരണം നമ്മുടെ സ്കിൻ അങ്ങ് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവും, ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവും. കാരണം ഇത് ഈ ആലം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഒരു കാരണവശാലും എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ട. അപ്പോൾ സ്കിൻ നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. തന്നെ നമുക്ക് മൂക്കുരു ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ആലം പൗഡർ കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുൾട്ടാനി മിൽട്ടി ഇടുക. അതിനുശേഷം കുറച്ച് റോസ് വാട്ടറും കൂടി ഉപയോഗിച്ച് ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂക്കുരു ഒക്കെ എവിടെയാണോ ഉള്ളത്, എനിക്കിപ്പോൾ മൂക്കുരു ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കാണിക്കാത്തത്. മൂക്കുരു എവിടെയാണോ ഉള്ളത് അവിടെ നമുക്കൊന്ന് ആ മൂക്കുരുവിന്റെ പുറത്ത് മാത്രം ഇതൊന്ന് വെച്ചു കൊടുക്കുക. വെച്ചു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ മൂക്കുരു ഒക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്ലിയർ ആയിട്ട് മാറി കിട്ടുന്നതായിരിക്കും. നല്ലതായിട്ട് മൂക്കുരു ഒക്കെ മാറും. അതുപോലെ തന്നെ മൂക്കുരു മൂലം ഉണ്ടാകുന്ന പാടുകളും മാറി കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.